ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും PSC ഹോട്ട്സ്പോട്ടിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണുരാജ് ആയൂർ. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ നോബൽ പ്രൈസ് 2023 PSC പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം വൈദ്യശാസ്ത്രത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, മെഡിസിൻ. ഇപ്പോൾ രണ്ടുപേർക്കാണ് വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. കാറ്റലിൻ കരിക്കോ, രാജ്യം ഹംഗറി, USA. രണ്ട് രാജ്യങ്ങളിൽ പൗരത്വമുണ്ട്. ഹംഗറിയിലും പൗരത്വമുണ്ട്, USA-യിലും പൗരത്വമുണ്ട്. വനിതയാണ്. ഓക്കെ, അപ്പോൾ കാറ്റലിൻ കരിക്കോ ജനിച്ചത് ഹംഗറിയിലാണ്. ഓക്കെ, കാറ്റലിൻ കരിക്കോ ജനിച്ചത് ഹംഗറിയിലാണ്. ഓക്കെ, ഹംഗറിയിലും പൗരത്വമുണ്ട്, USA-യിലും പൗരത്വമുണ്ട്. ഓക്കെ, വനിതയാണ്. അടുത്തത് ഡ്രൂ വീസ്മാൻ, രാജ്യം USA. ഡ്രൂ വീസ്മാൻ, രാജ്യം USA. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കോഡിലൂടെ പഠിക്കാം? കാറ്റലിൻ കരിക്കോ, കരിക്ക്. കാറ്റലിൻ കരിക്കോ, കരിക്ക്. ഓക്കെ, അടുത്തത് ഡ്രൂ വീസ്മാൻ. ഓക്കെ, അപ്പോൾ ഡ്രൂ വീസ്മാനെ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വയസ്സൻ എന്ന് സംഭവം നോക്കും. വയസ്സൻ. ഓക്കെ, വയസ്സായ വ്യക്തി. ഓക്കെ, വയസ്സൻ എന്ന് സംഭവം നോക്കും. ഡ്രൂ വീസ്മാൻ, ഡ്രൂ വയസ്സൻ എന്ന് പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ വയസ്സായ ഒരാൾ കരിക്ക് കുടിക്കുന്ന ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് വ്യക്തികളുടെയും പേര് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കാറ്റലിൻ കരിക്കോ, ഡ്രൂ വീസ്മാൻ. വയസ്സായ ഒരാൾ കരിക്ക് കുടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പിക്ചറിൽ നിന്ന് രണ്ടുപേരുടെയും പേര് കണ്ടുപിടിക്കാൻ പറ്റും. കാറ്റലിൻ കരിക്കോ, ഡ്രൂ വീസ്മാൻ. ഓക്കെ, വൈദ്യശാസ്ത്രം, മെഡിസിനാണ് അവാർഡ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ വയസ്സായ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? വൈദ്യരുടെ അടുത്ത് പോകാറുണ്ട്. വയസ്സായ ആൾക്കാർ വൈദ്യരുടെ അടുത്ത് പോകാറുണ്ട്. ഓക്കെ, വയസ്സായ അസുഖം വരുന്ന സമയത്ത് വൈദ്യരുടെ അടുത്ത് പോവുകയും അവരിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചു കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കിട്ടിയല്ലോ. വൈദ്യശാസ്ത്രം, കാറ്റലിൻ കരിക്കോ, കരിക്ക് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്തത് ഡ്രൂ വീസ്മാൻ, രാജ്യം അമേരിക്ക. ഓക്കെ, വയസ്സായ ആള് കരിക്ക് കുടിക്കുന്നത് ഓർത്ത് വെച്ചിരിക്കുക. വയസ്സായ ആൾക്കാർ വൈദ്യരുടെ അടുത്ത് പോകാറുണ്ട്. വൈദ്യശാസ്ത്രം. അപ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട നോബൽ സമ്മാനം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ആവർത്തിക്കുന്നു. കാറ്റലിൻ കരിക്കോ, രാജ്യം ഹംഗറി, USA. രണ്ട് രാജ്യങ്ങളിൽ പൗരത്വമുണ്ട്. അവർ ജനിച്ചത് ഹംഗറിയിലാണ്. ഓക്കെ, വനിതയാണ്. അടുത്ത ആളുള്ളവരാണ് ഡ്രൂ വീസ്മാൻ, അദ്ദേഹം അമേരിക്കക്കാരനാണ്. ഓക്കെ, ഇനി COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ mRNA എന്താണ്? mRNA മെസഞ്ചർ RNA. ഓക്കെ, മെസഞ്ചർ RNA. അപ്പോൾ ഇവർ വികസിപ്പിച്ച ആ ടെക്നോളജി വഴി COVID-19 വാക്സിനുകൾ വികസിപ്പിച്ചു. നമ്മുടെ കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇവരുടെ കണ്ടുപിടുത്തം വലിയ സഹായകരമായിരുന്നു. ഓക്കെ, മാനവ രാശിക്ക് മുഴുവൻ സഹായകരമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അടുത്തത് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്. പിയറി അഗോസ്റ്റിനി, രാജ്യം ടുണീഷ്യ, ഫ്രാൻസ്. അദ്ദേഹം ജനിച്ചത് ടുണീഷ്യയിലാണ്. അദ്ദേഹത്തിന് രണ്ട് രാജ്യങ്ങളിൽ പൗരത്വമുണ്ട്. ടുണീഷ്യയിലും പൗരത്വമുണ്ട്, ഫ്രാൻസിലും പൗരത്വമുണ്ട്. ഓക്കെ, അടുത്തത് ഫെറൻസ് ക്ലോസ്, രാജ്യം ഹംഗറി. അടുത്തത് ആനി എൽ ഹീലിയർ. ഓക്കെ, രാജ്യം ഫ്രാൻസ്, വനിതയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ കൂടുതലൂടെ പഠിക്കാം? ഗോസ്റ്റിനെ കണ്ടപ്പോൾ കുരിശ് കാണിച്ച് ഹാലലൂയ എന്ന് പറഞ്ഞു. ഓക്കെ, ഗോസ്റ്റിനെ കണ്ടപ്പോൾ കുരിശ് കാണിച്ച് ഹാലലൂയ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. എന്താണ്? പിയറി അഗസ്റ്റിനി. പിയറി അഗസ്റ്റിനി എന്ന വാക്കിലെ ഗോസ്റ്റ്. പിയറി അഗസ്റ്റിനി എന്ന വാക്കിലെ ഗോസ്റ്റ് നമ്മൾ എടുത്തു. ഓക്കെ, അപ്പോൾ ഗോസ്റ്റിനെ കണ്ടപ്പോൾ കുരിശ് കാണിച്ചു. ഓക്കെ, എന്താണ്? ഫെറൻസ് ക്രൂസ്. ഓക്കെ, അപ്പൊ ഫെറൻസ് ക്രൂസിനകത്തുനിന്ന് ആ ക്രൂസ് എന്ന വാക്ക് നമ്മൾ കുരിശെന്നാക്കി. ഓക്കെ, അപ്പോൾ എന്താണ്? ഗോസ്റ്റിനെ കണ്ടപ്പോൾ കുരിശ് കാണിച്ചു, ഹാലലൂയ എന്ന് പറഞ്ഞു. എന്താണ്? നമ്മളുടെ ആനി എൽ ഹ്യൂലിയർ, അതിലെ ഹ്യൂലിയർ എന്ന വാക്ക് നമ്മൾ ഹാലലൂയ എന്നാക്കി. ഓക്കെ, അപ്പോൾ ഗോസ്റ്റിനെ കണ്ടപ്പോൾ കുരിശ് കാണിച്ച് ഹാലലൂയ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കോഡ് നമുക്ക് കിട്ടി. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഫിസിക്സ്, പിയറി അഗസ്റ്റിനി, രാജ്യം ടുണീഷ്യ, ഫ്രാൻസ്. ഫെറൻസ് ക്ലോസ്, രാജ്യം ഹംഗറി. ആനി എൽ ഹ്യൂലിയർ, രാജ്യം ഫ്രാൻസ്, വനിതയാണ്. ക്ലിയർ ആണല്ലോ ഗൈസ്? ഓക്കെ, അപ്പോൾ കോഡ് എന്താണ്? ഗോസ്റ്റിനെ കണ്ടപ്പോൾ കുരിശ് കാണിച്ച് ഹാലലൂയ എന്ന് പറഞ്ഞു. ഇനി ഫിസിക്സ് ആണ്. നല്ല ആരോഗ്യമുള്ളൊരു ഗോസ്റ്റ് ആയിരുന്നു. ഫിസിക് നല്ല ആരോഗ്യമുള്ളൊരു ഗോസ്റ്റ് ആയിരുന്നു. അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി അവിടെ കണ്ടുപിടുത്തം എന്താണെന്ന് നോക്കാം. പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പുരസ്കാരം. അവർ രൂപപ്പെടുത്തിയ പരീക്ഷണങ്ങൾ വഴി അറ്റോ സെക്കൻഡ് തരത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. കാറ്റഗറിയുടെ രസതന്ത്രം. ഓക്കെ, കെമിസ്ട്രി. 3 പേർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. മൗങ്കി ജി ബവേണ്ടി, രാജ്യം ഫ്രാൻസ്, US. മൗങ്കി ജി ബവേണ്ടി ജനിച്ചത് ഫ്രാൻസിലാണ്. ഓക്കെ,
അപ്പോൾ അദ്ദേഹത്തിന് 2 രാജ്യങ്ങളിൽ പൗരത്വമുണ്ട്. ഫ്രാൻസിനും പൗരത്വമുണ്ട്, യുഎസിനും പൗരത്വമുണ്ട്. അടുത്തത് ലൂയിസ് ഇ ബ്രൂസ്, രാജ്യം US. അടുത്തത് അലക്സി യെക്കിമോവ്, രാജ്യം റഷ്യ. ഓക്കെ, നമുക്കിതിനെ എങ്ങനെ കോഡിലൂടെ പഠിക്കാം? കോഡിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാഗി നൂഡിൽസ് കഴിച്ച് ബ്രൂ കോഫിയും കുടിച്ച് അരക്കാൻ പോകുന്നത് രസമാണ്. മൗങ്കി ജി ഭവണ്ടിയില് മാഗി നൂഡിൽസ്, ലൂയിസ് ഇ ബ്രൂസ് ബ്രൂ കോഫി, അലക്സി യെക്കിമോവ് അലക്ക്. നമ്മൾ തുണി അലക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ പോയി അലക്കി കഴിഞ്ഞാൽ നമുക്ക് രസമില്ല. നമ്മൾ അതിന് മുമ്പ് എന്ത് ചെയ്തു? ആ തുണി അലക്കാൻ പോകുന്നതിന് മുമ്പ് മാഗി നൂഡിൽസും കഴിച്ചു, ബ്രൂ കോഫിയും കുടിച്ചു. ഓക്കെ, അപ്പോൾ മാഗി നൂഡിൽസും കഴിച്ച് ബ്രൂ കോഫിയും കുടിച്ച് അലക്കാൻ പോകുന്നത് രസമാണ്. രസതന്ത്രത്തിന്റെ രസം. ഓക്കെ, അപ്പോൾ മൗങ്കി ജി ഭവണ്ടിയിൽ നിന്ന് മാഗി നൂഡിൽസ്, ലൂയിസ് ഇ ബ്രൂസിൽ നിന്നും ബ്രൂ കോഫി, അലക്സി യെക്കിമോവിൽ നിന്നും അലക്ക്. ഓക്കെ, അപ്പോൾ മാഗി നൂഡിൽസ് കഴിച്ച് ബ്രൂ കോഫിയും കുടിച്ച് അലക്കാൻ പോകുന്നത് രസമാണ്. രസതന്ത്രത്തിന്റെ രസം. ക്ലിയർ ആണോ? അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. ഓക്കെ, ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മുടെ നാനോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ്. ഓക്കെ, നാനോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ്. അപ്പോൾ ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് പുരസ്കാരം. അടുത്തത് സാഹിത്യം. ജോൺ ഫോസെ, രാജ്യം നോർവേ. പറയാൻ കഴിയാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആളവരാണ് ജോൺ ഫോസെ, രാജ്യം നോർവേ. ഓക്കെ, പറയാൻ കഴിയാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് അവാർഡ് ലഭിച്ചത്. അപ്പൊ നമുക്കറിയാം ജോൺ ഫോസെ. ഓക്കെ, അപ്പൊ സാഹിത്യത്തിലാണ് നോബൽ സമ്മാനം കിട്ടിയത്. നമുക്ക് എങ്ങനെ പഠിക്കാം? ഇപ്പൊ നമ്മളെല്ലാവരും പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഓക്കെ, പലപ്പോഴും നല്ല നല്ല പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ഓസിന് എടുക്കും. നമ്മളെന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് ഓസിന് എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടുകാർക്ക് നല്ല പുസ്തകങ്ങൾ വായിച്ച് നമ്മുടെ ഓസിന് എടുത്തുകൊണ്ടൊന്ന് വായിക്കും. ഓക്കെ, അപ്പോൾ ജോൺ ഫോസെ ഓസിന് എടുത്തുകൊണ്ടൊന്ന് വായിച്ചു എന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആളവരാണ് ജോൺ ഫോസെ, രാജ്യം നോർവേ. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മളെന്താ കോഡ് എന്ന് പറയുന്നത്? ഓസിന് പുസ്തകം. ഓക്കെ, ഓസിന് സാഹിത്യം. അപ്പൊ ജോൺ ഫോസെ ഓസ്. നമ്മുടെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ നല്ല പുസ്തകങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഓസിന് എടുത്തുകൊണ്ടൊന്ന് വായിക്കും. ഓക്കെ, അപ്പോൾ ജോൺ ഫോസെ ഓസ്, പുസ്തകങ്ങൾ ഓസിന് വായിച്ചു. ഇപ്പൊ സാഹിത്യം എന്ന ആ കാറ്റഗറി കിട്ടി. അപ്പൊ സാഹിത്യം ജോൺ ഫോസെ, നോർവേ. ഓക്കെ, പറയാൻ കഴിയാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് അവാർഡ് കിട്ടിയത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ് റെഡ് ബ്ലാക്ക്. ആദ്യ നാടകമാണ് ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ്. ഓക്കെ, അപ്പോൾ ആദ്യ നാടകമാണ് ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ്. ഓക്കെ, അടുത്തത് സമാധാനം. നർഗീസ് മുഹമ്മദി, ഇറാൻ. ഓക്കെ, സമാധാനം നോബൽ സമ്മാനം കിട്ടിയ ആളുടെ പേരാണ് നർഗീസ് മുഹമ്മദി, ഇറാൻ. ഓക്കെ, ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടത്തിനാണ് അവർക്ക് അവാർഡ് ലഭിച്ചത്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ സമാധാനം നർഗീസ് മുഹമ്മദി, ഇറാൻ. ഓക്കെ, ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടത്തിനാണ് അവർക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, നമ്മൾ നർഗീസ് മുഹമ്മദി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? നർപീസ് മുഹമ്മദി എന്ന് പഠിക്കുന്നു. ഓക്കെ, നർപീസ് മുഹമ്മദി എന്ന് പഠിക്കുന്നു. നർപീസ്. അപ്പൊ സമാധാനം, പീസ്, സമാധാനം. ഓക്കെ, അപ്പോൾ നർഗീസ് മുഹമ്മദി നമ്മൾ നർപീസ് മുഹമ്മദി എന്ന് പഠിക്കുന്നു. അപ്പൊ നമുക്ക് സമാധാനം എന്ന ആ കാറ്റഗറി കിട്ടി. രാജ്യം ഇറാൻ. ഓക്കെ, ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടത്തിനാണ് അവാർഡ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നർഗീസ്. അപ്പോൾ ഇവിടെ ഐ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ എന്നായി. ഓക്കെ, അപ്പോൾ അവിടെ രാജ്യവും കിട്ടി. നർഗീസ്, ആറിന്റെ ഇപ്പുറത്ത് ഐ കൂടി ഇട്ട് എഴുതി കഴിഞ്ഞാൽ തിരിച്ചു വായിച്ചാൽ IRAN, രാജ്യവും കിട്ടി. അപ്പൊ സമാധാനം നർഗീസ് മുഹമ്മദ്, രാജ്യം ഇറാൻ. ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടത്തിനാണ് സമാധാന നോബൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച രണ്ടാമത്തെ ഇറാനിയൻ വനിതയാണ് നർഗീസ് മുഹമ്മദി. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇറാനിയൻ വനിത ഷിറിൻ ഇബാദി, 2003. ഡിഫൻഡേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സെന്റർ
എന്ന സംഘടനയുടെ ഉപമേധാവിയാണ് നർഗീസ് മുഹമ്മദി. അവർ മാധ്യമ പ്രവർത്തകയാണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. മാധ്യമ പ്രവർത്തകയാണ്. അപ്പോൾ ഡിഫൻഡേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സെന്റർ DHRC എന്ന സംഘടനയുടെ ഉപമേധാവിയാണ് നർഗീസ് മുഹമ്മദി. ഈ സംഘടനയുടെ മേധാവിയാണ് ഷിറിൻ എബാദി. നമ്മൾ പറഞ്ഞു 2003 സമാധാന നോബൽ സമ്മാനം ലഭിച്ച ഷിറിൻ എബാദി. അപ്പോൾ അവരാണ് ഈ സംഘടനയുടെ മേധാവി, അവരാണ് ഈ സംഘടന ആരംഭിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഡിഫൻഡേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സെന്റർ എന്ന സംഘടനയുടെ ഉപമേധാവിയാണ് നർഗീസ് മുഹമ്മദി. ഈ സംഘടനയുടെ മേധാവിയാണ് ഷിറിൻ എബാദി. 2001 ഈ സംഘടന ആരംഭിച്ചത്. ആസ്ഥാനം ടെഹ്റാൻ. അടുത്ത കാറ്റഗറിയാണ് സാമ്പത്തികം. അവാർഡ് ലഭിച്ച വ്യക്തി ഇവരാണ് ക്ലൗഡിയ ഗോൾഡിൻ. രാജ്യം അമേരിക്ക. വനിതയാണ്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ക്ലൗഡിയ ഗോൾഡിൻ. അപ്പോ എന്താണ് ഗോൾഡ്? സ്വർണം. അപ്പോ സ്വർണം എന്ന് പറയുന്നത് സാമ്പത്തികത്തിനുള്ള മാർഗമാണ്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ സ്ത്രീകളുടെ തൊഴിൽ. അപ്പോൾ സ്ത്രീകൾ തൊഴിലിന് പോയി കഴിഞ്ഞാൽ കയ്യിൽ പൈസ വരും, സാമ്പത്തികം വരും. സ്ത്രീകൾ തൊഴിലിന് പോയി കഴിഞ്ഞാൽ കയ്യിൽ സാമ്പത്തികം വരും, സ്വർണം വാങ്ങും. അപ്പോൾ ആളുടെ പേര് ക്ലൗഡിയ ഗോൾഡിൻ. അപ്പോൾ ഗോൾഡിൻ സ്വർണം, അങ്ങനെ പഠിച്ചിരുന്നാൽ മതി. ക്ലൗഡിയ ഗോൾഡിൻ സ്വർണം. അപ്പോൾ എന്തിനാ അവർക്ക് അവാർഡ് കിട്ടിയത്? സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് ആ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ എന്താണ് സ്ത്രീകളുടെ തൊഴിൽ വിപണി. ഇപ്പൊ സ്ത്രീകൾ തൊഴിലിന് പോയി കഴിഞ്ഞാൽ കയ്യിലേക്ക് പൈസ കിട്ടും, അവർ ആ പണം ആ പൈസ കൊണ്ട് സ്വർണം വാങ്ങിക്കുന്നു. അപ്പോൾ നോബൽ സമ്മാനം കിട്ടിയ ആളുടെ പേരായി ക്ലൗഡിയ ഗോൾഡിൻ. അപ്പോൾ സാമ്പത്തികം ഉണ്ടെങ്കിലേ സ്വർണം മേടിക്കാൻ പറ്റൂ, അത് സാമ്പത്തികം. അപ്പോൾ നമുക്കാണെങ്കിൽ ആ കാറ്റഗറി എല്ലാം ക്ലിയർ ആയി. അപ്പൊ സാമ്പത്തികം എന്ന് പറയുന്ന കാറ്റഗറി ക്ലിയർ ആയി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 6 വിഷയങ്ങൾക്കാണ് നോബൽ സമ്മാനം നൽകുന്നത്. സമാധാന നോബൽ പുരസ്കാരം നൽകുന്നത് ഏത് നഗരത്തിൽ വെച്ചാണ്? ഉത്തരമാണ് ഓസ്ലോ, നോർവേ. സമാധാനം ഒഴികെയുള്ള മറ്റ് വിഷയങ്ങൾക്ക് നോബൽ സമ്മാനം നൽകപ്പെടുന്ന നഗരമാണ് സ്റ്റോക്ക്ഹോം, സ്വീഡൻ. നോബൽ സമ്മാനത്തിന്റെ പുതുക്കിയ സമ്മാന തുകയാണ് ഓരോ വിഷയത്തിനും 11 മില്യൺ സ്വീഡിഷ് ക്രോണ. ഏകദേശം 8.5 കോടി രൂപ ഓരോ വിഷയത്തിനും. അപ്പോൾ സ്വീഡന്റെ നാണയമാണ് ക്രോണ. അത് ഓർത്ത് വെച്ചിരിക്കുക. 2022 വരെ 10 മില്യൺ സ്വീഡിഷ് ക്രോണയായിരുന്നു സമ്മാന തുക. അപ്പോൾ 2022 വരെ 10 മില്യൺ സ്വീഡിഷ് ക്രോണയായിരുന്നു സമ്മാന തുക. 2023 മുതൽ അത് 11 മില്യൺ സ്വീഡിഷ് ക്രോണയായിട്ട് ഉയർത്തി. അതും ഓർത്ത് വെച്ചിരിക്കുക. നോബൽ സമ്മാനം ഏർപ്പെടുത്തിയ ശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് നോബൽ. നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. നോബൽ സമ്മാനം നൽകുന്നത് ഡിസംബർ 10-ാം തീയതിയാണ്. അന്താരാഷ്ട്ര നോബൽ സമ്മാന ദിനമാണ് ഡിസംബർ 10. PSC ഹോട്ട്സ്പോട്ടിന്റെ കറണ്ട് അഫയേഴ്സ് കോഴ്സാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ PSC പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് വളരെ നിർണായകമായ ഒരു വിഷയമാണ്. LD ക്ലർക്ക് പരീക്ഷയ്ക്ക് 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സ്. LPUP കറണ്ട് അഫയേഴ്സ് ഒരു നിർണായകമായ വിഷയമാണ്. CPO, വുമൺ CPO, LSGI എക്സാമിനേഷൻസ്, നമ്മുടെ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, PSC ബുള്ളറ്റിൻ, കറണ്ട് അഫയേഴ്സ് വർക്കൗട്ട് എല്ലാം നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ള വ്യക്തികൾ 98 09 78 78 42 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ 6 മാസത്തേക്ക് 200 രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ്. ഏപ്രിൽ 3-ാം തീയതി മുതൽ പുതിയ ബാച്ച് ആരംഭിക്കുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ കോഴ്സ് പ്രയോജനപ്പെടുത്തുക. PSC ഹോട്ട്സ്പോട്ടിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.